ഇന്നലെ ബിഗ് ടി വി എന്ന ചാനലിൽ ഒരു വാർത്ത വന്ന് കണ്ടു. അവർ മാത്രമേ കൊടുത്തിട്ടുള്ളായിരുന്നു. ഗ്രീഷ്മ, ഷാരോൺ വധക്കേസിലെ ഗ്രീഷ്മ 2ാം വർഷ MA പരീക്ഷ എഴുതിയെന്ന്. അവൾ പരീക്ഷ എഴുതി അവളുടെ ഭാവി സേഫ് ആക്കാനുള്ള ഒരു പ്രയത്നത്തിലാണ്. അവൾക്ക് വധശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുമ്പോഴും അവൾ പരീക്ഷയൊക്കെ എഴുതി പുതിയൊരു ജീവിതത്തിനെ പ്രതീക്ഷയോടുകൂടി നോക്കി കാണുകയാണ്. അവൾക്ക് ഉറപ്പുണ്ട് അവൾ പുറത്തിറങ്ങുമെന്ന്. ഞാൻ അവളുടെ വീട് സന്ദർശിക്കാൻ പോയ സമയത്ത് അവരതെല്ലാം വിറ്റിട്ട് തമിഴ്നാട്ടിലേക്കോ മറ്റോ പോയിരിക്കുകയാണ്. ഇവൾ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇവൾക്ക് പുതിയൊരു ജീവിതം തമിഴ്നാട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ആ വീട്ടുകാരും. അതുപോലെ തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു കാഴ്ച കണ്ടു. അസഹനീയമായിട്ട് തോന്നിയ ആ കാഴ്ച, ഒരു കുടുംബത്തിലെ, സ്വന്തം കുടുംബത്തിലെ 6 പേരെ പല വർഷങ്ങളിലായിട്ട് സയനൈഡ് കൊടുത്തു കൊന്ന കൂടത്തായി കൊലപാതക പരമ്പരയിലെ മുഖ്യപ്രതിയായിട്ടുള്ള ജോളി വളരെ ജോളിയായിട്ട് ജീൻസും ടോപ്പും ഒക്കെ ഇട്ട് വളരെ പരിഷ്കാരിയായിട്ട് തമാശ പറഞ്ഞ് കോടതി വരാന്തയിൽ പോലീസുകാരുടെ അടുത്ത് ചിരിച്ച് കളിക്കുന്ന ഒരു കാഴ്ച. അവളും പരീക്ഷ എഴുതിയിരിക്കുകയാണ്. ബിരുദ പരീക്ഷ, 2ാം വർഷ ബിരുദ പരീക്ഷ കഴിഞ്ഞ ദിവസം എഴുതിയിരിക്കുകയാണ്. ജീവിതത്തിലെ പ്രതീക്ഷയൊക്കെ അവസാനിച്ചു എന്ന് നമ്മൾ വിചാരിക്കുന്നവരാണ് ഈ കൊടും ക്രിമിനലുകൾ. പക്ഷേ അവരുടെയൊക്കെ മനസ്സിൽ അവർക്ക് ഇനിയും മുന്നോട്ട് ജീവിതമുണ്ട്. അവരുടെ ഒന്നും പ്രതീക്ഷ നശിച്ചിട്ടില്ല. ഇവിടുത്തെ നിയമത്തിന്റെ പഴുതിലൊക്കെ അവർക്ക് പൂർണ്ണമായിട്ടും പ്രതീക്ഷയുണ്ട്, വിശ്വാസമുണ്ട്. നമ്മളിതൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സമ്മർദ്ദം ഉണ്ടാകും. എന്നാലും ഈ നാശങ്ങളൊക്കെ ഇങ്ങനെ കിടന്ന് ആറാടുന്നത്, ആർമാദിക്കുന്നത് നമുക്ക് കാണേണ്ടി വരുന്നല്ലോ. എന്തിനാണ് ഇവർക്ക് ഇങ്ങനെയുള്ള സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും ഒക്കെ കൊടുക്കുന്നത്? ഇവരൊക്കെ കൊലപാതകികളല്ലേ? എത്രയോ പേരെ ഒരു ദാക്ഷിണ്യവുമില്ലാത്ത കൊന്ന ആളുകൾക്കൊക്കെ എന്തിനാണ് ഇങ്ങനെയുള്ള ഇളവുകളൊക്കെ കൊടുക്കുന്നത്? ഇവരിനി പഠിച്ചിട്ട് എന്തിനാണ്? ഇവരൊക്കെ തിരുത്തി ഇനി വരുമോ? തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരുപാട് സാധാരണക്കാർക്ക് സംശയമുണ്ട്. നമ്മൾക്ക് അറിയാവുന്നതിനേക്കാളും കൂടുതൽ വിഷയങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഒരുപാട് അവകാശങ്ങൾ ഈ ജയിൽ പുള്ളികൾക്കുണ്ട്. ഈ ഒരു അവസരത്തിൽ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരാളൊരു തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു കൊലപാതകം നടത്തിയാൽ അയാളോട് പ്രതികാരം ചെയ്യുക എന്നതല്ല ആധുനിക നിയമവ്യവസ്ഥയുടെ ലക്ഷ്യം. ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവരെ പുനരധിവസിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക, അവരെ മാറ്റിയെടുക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക, അവരെ തിരുത്തി നല്ല പൗരന്മാരാക്കി മാറ്റുക എന്നതാണ് ഇപ്പോഴത്തെ ജയിൽവാസത്തിൻ്റെയൊക്കെ ഒരു ലക്ഷ്യം. അല്ലാതെ അവർക്കതൊരു ശിക്ഷയായിട്ട് പോലും അനുഭവപ്പെടുന്ന രീതിയിലല്ല നമ്മുടെ ഇവിടുത്തെ ജയിൽവാസം. ഒരാളെ ഇപ്പോൾ തടവിലാക്കുമ്പോൾ അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം മാത്രമാണ് നിഷേധിക്കുന്നത്. അവരുടെ സഞ്ചാരത്തിനുള്ള അവസരം ഇല്ലാതാക്കുന്നു. അല്ലാതെ അവർക്കുള്ള കുറേ മനുഷ്യാവകാശങ്ങളുണ്ട്. ബാക്കി എല്ലാവർക്കും ഉള്ളതുപോലെയുള്ള കുറേ മനുഷ്യാവകാശങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ ജയിൽ പുള്ളികൾക്കും കൊടുക്കുന്നുണ്ട്. അതിനൊക്കെ അവർ അർഹരാണ് എന്നാണ് നിയമവ്യവസ്ഥ പറയുന്നത്. ആർട്ടിക്കിൾ 21 പ്രകാരം മാന്യമായി ജീവിക്കാനുള്ള അവകാശം ഏതൊരു മനുഷ്യനുമുണ്ട്. ആ ഒരു അവകാശം ഇവർക്ക് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർക്ക് ഈ വിദ്യാഭ്യാസമൊക്കെ ചെയ്യാനുള്ള അവസരം, തുടർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതിനുള്ള സാഹചര്യമൊക്കെ കൊടുക്കുന്നത്. ജീവപര്യന്തം തടവിന് വിധിക്കപ്പെട്ടവർക്ക് പോലും ഒരു നിശ്ചിത ശിക്ഷയ്ക്ക് ശേഷം, ഉദാഹരണത്തിന് ഒരു 14 വർഷത്തിനൊക്കെ ശേഷം ഇളവുകളോടുകൂടി പുറത്തിറങ്ങാനൊക്കെയുള്ള അവസരമുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആധുനിക നിയമവ്യവസ്ഥ ലക്ഷ്യമിടുന്നത് അങ്ങനെ പുറത്തിറങ്ങുന്ന സമയത്ത് വീണ്ടും കുറ്റം ചെയ്യാതെ അവരെയൊക്കെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കണമെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം വേണം. എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കണമെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം വേണം. അതുകൊണ്ട് ആ അവകാശത്തെ നിഷേധിക്കുന്നില്ല. പഠിക്കണമെന്നുള്ളവർക്ക് പഠിക്കാം. പക്ഷെ ഇവരെ പോലെയുള്ളവരൊക്കെ വിദ്യാഭ്യാസത്തിന്റെ കുറവ് കൊണ്ട് തെറ്റ് ചെയ്തവരല്ല. സ്വന്തം നിലനിൽപ്പിന് വേണ്ടി, സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി ആളുകളെ കൊന്നുകളഞ്ഞവരാണ്. അങ്ങനെയുള്ളവർ ഇനി തിരുത്തുമോ? വിദ്യാഭ്യാസം നേടിയാലും അവർ ആ കുറ്റകൃത്യ വാസനയിൽ നിന്ന് മോചിതരാകുമോ എന്നതൊക്കെ നമ്മളിൽ സ്വാഭാവികമായിട്ട് ഉയർന്ന സംശയങ്ങളാണ്. ആ ചെന്താമരയുടെ കാര്യം തന്നെ നമുക്കറിയാം. എന്നെ ഇനി പുറത്തിറക്കിയാൽ ഞാൻ ഇനിയും കൊല്ലുമെന്ന് ചങ്കൂറ്റത്തോടെ കോടതിക്ക് അകത്ത് നിന്ന് പറഞ്ഞവനാണ് അയാൾ. അങ്ങനെയുള്ളവരിലൊക്കെ നമ്മൾ എന്ത് മാറ്റം പ്രതീക്ഷിക്കാനാണ് എന്നത് വലിയൊരു ചോദ്യമാണ്. ജയിലിനുള്ളിൽ ഇങ്ങനെ അടച്ചിട്ട് കിടക്കുമ്പോൾ ഇവരുടെ മാനസിക സമ്മർദ്ദമൊക്കെ കൂടുമെന്നാണ് പറയുന്നത്. കുറേ പേർക്കെങ്കിലും, ബാക്കി കുറേ പേർ ആസ്വദിച്ച് ജീവിക്കുന്നവരും ഉണ്ടാവാം അവിടെ. പക്ഷേ അതിനെയൊക്കെ ഒന്ന് ശാന്തമാക്കാനും തെറ്റായ ചിന്തകളിൽ നിന്ന് അവരെ മോചിപ്പിക്കാനും കൃത്യമായിട്ടുള്ള വിദ്യാഭ്യാസം നേടുന്നത് അവരെ സഹായിക്കുമെന്നാണ് ആധുനിക നിയമവ്യവസ്ഥ പറയുന്നത്. പിന്നെ ഈ പരോള് കിട്ടുന്നതിൻ്റെയൊക്കെ അടിസ്ഥാനം ജയിലിലെ നല്ല നടപ്പ് ഒക്കെ ആണല്ലോ. ഈ ഉന്നത വിദ്യാഭ്യാസം ജയിലിൽ ഇരുന്നു കൊണ്ട് തന്നെ പഠിച്ച് നേടിയെടുക്കുന്നതൊക്കെ ജയിലിലെ നല്ല പെരുമാറ്റത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് ജയിൽ അധികൃതർ കാണാറുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പരോൾ കിട്ടുന്ന കേസുകളുമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വിദ്യാഭ്യാസം നേടുന്നത് അതിനു കൂടിയൊക്കെ ഇവരെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ലക്ഷ്യത്തിന് വേണ്ടി കൂടി പഠിക്കുന്നവരും ഉണ്ടാകാം. ഞാൻ പറഞ്ഞതുപോലെ തടവുകാർക്ക് ഇനിയും ഒരുപാട് അവകാശങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് ചെറുതായിട്ട് ഓടിച്ച് പറഞ്ഞു പോകാം. ഇപ്പോൾ ഒരു വക്കീലിനെ വെക്കാൻ, നിയമസഹായം തേടാൻ സ്വന്തമായിട്ട് കഴിവില്ലാത്ത ഒരാൾക്കാണെങ്കിൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 39A അനുസരിച്ച് സർക്കാരിന് അവരെ സഹായിക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. അതായത് സാമ്പത്തിക ശേഷി ഇല്ലാത്ത, അവസ്ഥയില്ലാത്ത, നിവൃത്തിയില്ലാത്ത തടവുകാർക്കാണെങ്കിൽ അഭിഭാഷകനെ ഏർപ്പാടാക്കി കൊടുക്കാനും നിയമസഹായം ഏർപ്പാടാക്കി കൊടുക്കുന്നതിനുമൊക്കെ സർക്കാരിന് ബാധ്യതയുണ്ടെന്ന്.
പിന്നെ തടവിൽ കിടക്കുകയാണെങ്കിലും കൃത്യമായിട്ടുള്ള മാനസിക ശാരീരിക ആരോഗ്യം സംരക്ഷിക്കുന്നതിന് അവർക്ക് അവകാശമുണ്ട്. ചില സമയങ്ങളിലൊക്കെ പുറത്തുള്ള ചികിത്സകൾ ലഭ്യമാക്കണമെങ്കിൽ പുറത്തുള്ള ആശുപത്രികളിൽ പോകാനും അവർക്ക് അവസരങ്ങളുണ്ട്. പിന്നെ ഈ നിശ്ചിത ഇടവേളകളിൽ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും അഭിഭാഷകരും ഒക്കെ ആയിട്ട് നേരിട്ട് സംസാരിക്കാനുള്ള അവസരം അവർക്കുണ്ട്. കത്തുകൾ എഴുതാനുള്ള അവസരമുണ്ട്. പിന്നെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടാകുകയാണെങ്കിൽ, ഒരു വിവാഹം അല്ലെങ്കിൽ മരണം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ അവർക്ക് പരോളിന് ഇറങ്ങാനുള്ള അവസരമുണ്ട്. അതുകൂടാതെ വളരെ കാലമായിട്ട് തടവ് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അതിനൊരു ഇടവേള എന്ന രീതിയിലും പരോളിന് അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. പിന്നെ ജയിലിനുള്ളിൽ കഠിന തടവിനൊക്കെ വിധിക്കപ്പെട്ട ആളുകൾ ഓരോ ജോലി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ജോലിക്ക് പരിശീലനങ്ങൾ കൊടുക്കുന്നുണ്ട്. അതൊക്കെ അവർക്ക് പിന്നീടുള്ള ജീവിതത്തിന് ഉപകരിക്കും എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. മറ്റുള്ളവരെ തട്ടിക്കാതെയും പറ്റിക്കാതെയും മോട്ടിക്കാതെയും കൊല്ലാതെയും ഒക്കെ ഇവർക്ക് ജീവിക്കാനുള്ള സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടിയിട്ടാണ് തൊഴിൽ പരിശീലനങ്ങളും ഒക്കെ കൊടുക്കുന്നത്. പക്ഷേ അത് സൗജന്യമായിട്ട് ചെയ്യിക്കരുത് എന്നാണ് നിയമം. അവർക്ക് കൃത്യമായിട്ടുള്ള ശമ്പളം കൊടുക്കണം. ഇപ്പം നമുക്കറിയാം, കേരളത്തിൽ ജയിലുകളിലൊക്കെ ശമ്പളം വലിയ രീതിയിൽ കൂട്ടിയിട്ടുണ്ട്. അവർ പുറത്തിറങ്ങുമ്പോൾ നല്ലൊരു തുകയുമായിട്ടായിരിക്കും പുറത്തിറങ്ങുന്നത്. വേണ്ട വിദ്യാഭ്യാസ യോഗ്യതയും ജയിലിനകത്തിരുന്ന് നേടും, നല്ല ആരോഗ്യവും ഉണ്ടാകും, നല്ല ഭക്ഷണവും കഴിക്കും, നല്ല മാനസിക നിലയും കാണും, അതിനോടൊപ്പം തന്നെ കുറേ പൈസയും കാണും. തൊഴിൽ അറിഞ്ഞുകൂടാത്തവർക്ക് പുറത്തിറങ്ങുമ്പോൾ ഏതെങ്കിലും ഒരു തൊഴിലും കൊണ്ട് ഇറങ്ങാം. കാരണം തൊഴിൽ പരിശീലനവും ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ അവിടുത്തെ ഭക്ഷണമൊക്കെ ആണെങ്കിലും ശുചിത്വമുള്ള ഭക്ഷണവും വെള്ളവും നല്ല വസ്ത്രങ്ങളും ഒക്കെ കൊടുക്കാൻ അവർക്ക്, അതൊക്കെ അനുഭവിക്കാൻ അവർക്ക് അവകാശമുണ്ട്. അതൊക്കെ ചോദിച്ചു വാങ്ങിക്കാനുള്ള അവകാശം തടവ് പുള്ളികൾക്കുണ്ട്. അതുമാത്രമല്ല, ജയിലിൽ ഇവരോട് മോശമായിട്ട് പെരുമാറുകയോ ഇവരെ പീഡിപ്പിക്കുകയോ ഇടിക്കുകയൊക്കെ ചെയ്താൽ അതിനെതിരെ ശബ്ദമുയർത്താനുള്ള അവകാശം ഇവർക്കുണ്ട്. നേരിട്ട് അവിടെ ജയിൽ സന്ദർശിക്കുന്ന സമയത്ത് മജിസ്ട്രേറ്റിനോ ജയിൽ സൂപ്രണ്ടിനോ അല്ലെങ്കിൽ ലീഗൽ സർവീസ് അതോറിറ്റിക്കോ ഒക്കെ പരാതി കൊടുക്കാനുള്ള അവകാശം കൂടി ഇവർക്കുണ്ട്. അപ്പോൾ നമ്മൾ ഇവരെയൊക്കെ കാണുമ്പോൾ, ഇവരൊക്കെ ആറാടുന്നത് കാണുമ്പോൾ എങ്ങനെ ഇവർക്ക് ഇതിന് സാധിക്കുന്നു എന്ന ചിന്ത നമ്മളിൽ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഇവർക്കൊക്കെ ഇവരുടെ അവകാശങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന പഴുതുകളെക്കുറിച്ച് നല്ല പ്രതീക്ഷയുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെയാണ് നമുക്കിതൊക്കെ കാണേണ്ടി വരുന്നത്. കാണുമ്പോൾ ഉള്ള സമ്മർദ്ദത്തെക്കുറിച്ച് പറയാനാവില്ല, അത് മറ്റൊരു കാര്യം.